നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചരണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കേണ്ട ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെ ആവേശോജ്വലമായ കൊട്ടിക്കലാശത്തോടെ പ്രചരണം അവസാനിപ്പിച്ച് വിവിധ മുന്നണികളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും. മുക്കം പോലീസുമായുണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇടതുമുന്നണി പ്രവർത്തകർ മുക്കം ആലിൻ ജുവട്ടിലും UDF പ്രവർത്തകർ PC ജംഗ്ഷനിലും NDA പ്രവർത്തകർ അഭിലാഷ് ജംഗ്ഷനിലുമാണ് കൊട്ടിക്കലാശം നടത്തിയത്. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യപ്രചരണ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കേണ്ട ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെ ആവേശോജ്വലമായ കൊട്ടിക്കലാശത്തോടെ പ്രചരണം അവസാനിപ്പിച്ച് വിവിധ മുന്നണികളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും. ആവേശം വാനോളമുയർത്തിയാണ് 3 മുന്നണികളും മുക്കത്ത് കൊട്ടിക്കലാശം നടത്തിയത്. നേരത്തെ മുക്കം പോലീസുമായി ഉണ്ടാക്കിയ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇടതുമുന്നണി പ്രവർത്തകർ ആലിൻ ചുവട്ടിലും UDF പ്രവർത്തകർ PC ജംഗ്ഷനിലും NDA പ്രവർത്തകർ അഭിലാഷ് ജംഗ്ഷനിലുമാണ് കൊട്ടിക്കലാശം നടത്തിയത്. ഇടതുമുന്നണിയുടെ കൊട്ടിക്കലാശം മുക്കം ടൗണിൽ ആലിൻ ചുവട്ടിൽ നടന്നപ്പോൾ കൊടികളും പാട്ടുകളും പ്രചരണ അനൗൺസ്മെൻറ്റുകളുമായി 100 കണക്കിന് പ്രവർത്തകർ അണിചേർന്നു. സ്ഥാനാർത്ഥി ലിൻഡോ ജോസഫും ഇടതു നേതാക്കളും പ്രവർത്തകർക്ക് ആവേശം പകർന്നു. പോലെ ഇനിയുള്ള കാലത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആരംഭിച്ചതും ഘട്ടം ഘട്ടമായി അത് വർദ്ധിപ്പിച്ച സർക്കാരാണെങ്കിൽ ഞങ്ങൾ അധികാരത്തിൽ പോറ്റിയെ കേറ്റിയെ ഉൾപ്പെടെയുള്ള ഗാനങ്ങളുടെ അകമ്പടിയോടെ PC ജംഗ്ഷനിൽ നടന്ന കൊട്ടിക്കലാശത്തിൽ നിരവധി UDF പ്രവർത്തകരാണ് അണിചേർന്നത്. വാഹനങ്ങളിലും മറ്റുമായി വനിതാ പ്രവർത്തകരുടെ ഡാൻസും സ്ഥാനാർത്ഥി CK കാസിമും UDF നേതാക്കളും ഉൾപ്പെടെ പ്രവർത്തകർക്ക് ആവേശം വിതറി. NDA പ്രവർത്തകർ അഭിലാഷ് ജംഗ്ഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ കൊട്ടിക്കലാശവും ഏറെ ആവേശമായി. നാസിക് ഡോൾ താളത്തിനൊത്ത് പ്രവർത്തകർ ചുവടുവെച്ചത് വേറിട്ട കാഴ്ചയായി മാറി. CTV പ്രാദേശിക വാർത്ത മുക്കം.